ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ കണ്ടാലോ. ആദ്യം തന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 മുട്ട അവിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ ഒന്ന് റെഡിയാക്കി പഴമൊക്കെ അരിഞ്ഞ് ഓയിലൊക്കെ വീത്തി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ റെസിപ്പി എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴംപൊരി ഉണ്ടാക്കി, പിന്നെ മോമോസ് ഉണ്ടാക്കി. മോമോസിൻ്റെ ഫില്ലിങ്സ് ഇത്തിരി ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത്. നോർമൽ ഫില്ലിങ്സ് അല്ലായിരുന്നു, അതായത് സാൻഡ്വിച്ചിലൊക്കെ വെക്കില്ലേ അതേപോലെ ഉണ്ടാക്കിയ ഫില്ലിംഗ് ആയിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാണ് എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറയ്ക്ക് ഉണ്ടായിരുന്നത് മുന്തിരി ഉണ്ടായിരുന്നു, ഈത്തപ്പഴം ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരി ഉണ്ട്. അതിന് ശേഷമാണ് മോമോസ് റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതിപ്പോൾ വീഡിയോയിൽ കാണില്ല. ഇനിയാണ് അതിൻ്റെ റെസിപ്പി വരുന്നത്. ആദ്യം തന്നെ 2 മുട്ട ബോയിൽ ചെയ്തതും അതിന് ശേഷം 2 വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സിയിലൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വാട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സവാളയും ക്യാരറ്റും അരിഞ്ഞ് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസ് നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫില്ലിംഗ് ഒക്കെ പുറത്തായി മൊത്തത്തിൽ ഒരുമാതിരി ആവില്ലേ. അപ്പം നല്ല കട്ടിയായിട്ടുള്ള രീതിയിൽ എടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതും മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടിപ്പോയി ക്രഷ് ചെയ്തത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം മോമോസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മൈദ മാവൊക്കെ ഒന്ന് കുഴച്ച് നന്നായി ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുത്ത് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓരോരോ മോമോസായി നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് എല്ലാം ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം. ഇന്ന് ഞാൻ ഫ്രൈ ആണ് ചെയ്തെടുത്തത്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് 3 വെച്ചാണ് ഞാൻ ഇടുന്നത്. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം കാലിയായിട്ടുണ്ട്, മുന്തിരിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ്റെ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.